ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് ജൂലൈ 4, 2024 ജൂലൈ 4 തീയതിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ രാവിലെ ഞാൻ എണീറ്റ് സ്കൂളിൽ പോകുന്നത് വരെയുള്ള ചെറിയ ചെറിയ റീൽസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾറെഡി 1 വർഷമായിരുന്നു. ഇൻസ്റ്റയിലുള്ള എല്ലാവരും തന്നെ ചേച്ചി യൂട്യൂബ് ചാനൽ നെയിം എന്താ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ലടാ ചാനലില്ല, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന്. നിലുവിൻ്റെ എൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ ഡെലിവറിയുടെ സമയത്ത് 7ാം മാസത്തിൽ എനിക്ക് പെയിൻ വന്നു. എന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു 10-12 മണിക്കൂറോളം എന്നെ തൊടുക പോലും ചെയ്തില്ല. ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഞാൻ ലേബർ റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത് പ്രസവമൊക്കെ നടക്കുമ്പോൾ ഞാൻ കോവിഡ് പോസിറ്റീവായിട്ട് അവിടെ കിടക്കുക. കുറ്റിയില്ലാത്ത അവിടുത്തെ ബാത്റൂം, പിന്നെ എന്നോട് ബിഹേവ് ചെയ്തതിൻ്റെ മഹത്വം, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞിട്ട് വോളണ്ടിയറി അവിടെ നിന്ന് എഴുതി മേടിച്ചു. അപ്പോൾ അവർ നമുക്ക് ആംബുലൻസ് ഒന്നും വിട്ടു തന്നില്ല. അങ്ങനെ ഞാനല്ല എൻ്റെ വീട്ടുകാർ പ്രൈവറ്റ് ആംബുലൻസിൽ മെഡിസിറ്റിയിൽ വന്നിട്ട് ഡെലിവറി നടന്നു. ഇതിനുശേഷം ഞാനൊരു ചെറിയൊരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. അതായിരിക്കണം എൻ്റെ ആദ്യത്തെ. ഈ പാട്ടിന് ചുണ്ടനക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം അങ്ങനെ നേരെ ഇന്ന് സംസാരിച്ചത് അതാണ്. ഞാനവിടെ കണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ. ആ വീഡിയോ അങ്ങോട്ട് വൈറലായി. മെഡിസിറ്റിയുടെ മാനേജ്മെൻറ്റും ടീംസും എല്ലാം റൂമിൽ കാണാനൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോൾസ് വന്നു, ഓൺലൈൻ ചാനൽസിൽ നിന്നൊക്കെ കോൾസ് വന്നു. അങ്ങനെ ഞാൻ ഒരു 2-3 ഇൻ്റർവ്യൂ 2-3 ഓൺലൈൻ ചാനൽസിനായിട്ട് കൊടുത്തു. അപ്പോൾ ആ ടൈമിലൊക്കെ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ക്ലിക്കാവും. അപ്പോൾ ഈ കോവിഡും വന്നു, ഡെലിവറി നടന്നിട്ട് എനിക്ക് നിവരാൻ പോലും ആ ഒരു വീഡിയോയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തന്നെ അറിയാമായിരുന്നു എൻ്റെ ഒരു ഷെഡ്യൂളിൽ സെക്കൻഡ് ഡെലിവറിയും കഴിഞ്ഞു, ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ ആകെ എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളത് ഈ ഒരു 3 മിനിറ്റ്സിൻ്റെ കുഞ്ഞു റീൽസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അവിടുത്തെ എൻ്റെ ഫോളോവേഴ്സാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പലരും ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങും, ചേച്ചി ചാനൽ ക്ലിക്കാവും, ചേച്ചി ട്രൈ ചെയ്യ്, എന്തായാലും ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അവിടെയും കൂടെ വീഡിയോ ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി എങ്കിൽ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് തുടങ്ങാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, August 15. പക്ഷേ ഒരു ജൂലൈ 4 ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഉൾവിളി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ജൂലൈ 4 തീയതി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അതേ റീലെടുത്ത് യൂട്യൂബ് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. അതിന് വലിയ വ്യൂസ് ഒന്നും വന്നില്ല. ആദ്യം ഒരു 70 വ്യൂസും കണ്ട് 2 ദിവസമായിട്ടും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്, ഇൻസ്റ്റഗ്രാമിൽ എനിക്കുള്ള അന്ന് ഒരു 7000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ കാണുന്ന അതേ സാധനം തന്നെ വന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 10 ദിവസം കൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് ഉറപ്പാണ്. ഇൻസ്റ്റഗ്രാമിലും FBയിലുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. 10 ദിവസം കൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ആദ്യത്തെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ കണ്ടൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റീച്ച് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇത് ഞാനൊരു നഗ്നസത്യം പറഞ്ഞോട്ടെ, അത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇൻട്രൊഡ്യൂസിങ് മൈ യൂട്യൂബ് ചാനൽ എന്നുള്ളത് നടക്കുന്നു പോയെന്ന് ഞാൻ അറിയുന്നത് ടൈറ്റിലിന്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു 1K വ്യൂസൊക്കെ എങ്ങനെയൊക്കെയോ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ആയി. ആദ്യം വാച്ച് അവേഴ്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 76 വാച്ച് അവേഴ്സ് ആയിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇത് നടക്കത്തില്ല, എന്നെക്കൊണ്ട് നടപടിയാവുന്ന കേസല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വിട്ടു. പിന്നെ ഒരു 2 ദിവസം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ റീലെടുത്ത് ഇവിടെ ഇട്ട് അങ്ങനെ പോയി, ലോങ് വീഡിയോ ഇടാതെ. പിന്നെ ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഞാനിത് അപ്ലിഫ്റ്റ് ചെയ്യാൻ നോക്കണം. എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യണം, അല്ല എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ മൈൻഡിൽ വിചാരിച്ചു ഒരു മാസത്തെ ടൈം കൊടുക്കാം ഇതിന്, യൂട്യൂബ് ചാനലിന് ഞാൻ ഒരു മാസം ഞാൻ ടൈം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺസേൺ. അതായത് ഇൻസ്റ്റയിൽ എനിക്ക് റീൽസ് ഇടണം. അതിൽ ഓൾറെഡി ഇപ്പോൾ എനിക്ക് 7K ഫോളോവേഴ്സ് ഉണ്ട്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ലോങ് വീഡിയോസും കൂടെ ഞാൻ നേരെ അങ്ങ് എടുക്കാൻ തുടങ്ങി. അതായത് നമ്മൾ റീൽ എടുക്കുന്ന പോലെ തന്നെ ലോങ് വീഡിയോസും എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് ഒരു ലോങ് വീഡിയോ യൂട്യൂബിലിടും. ആ ഒരു ലോങ് വീഡിയോയ്ക്കകത്ത് നിന്ന് തന്നെ ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കട്ട് ചെയ്തെടുത്ത്, ലഞ്ച് ഉണ്ടാക്കുന്നത് കട്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ലഞ്ച് പാക്ക് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഒരു 2-3 റീൽസായിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ തുടങ്ങി. ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു 3 മാസത്തെ കംപ്ലീറ്റ് റുട്ടീൻ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വാച്ച് അവേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഞാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ചാനൽ എന്നൊക്കെ അറിയാൻ. അതായത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ
യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്ത ചാനൽസിൽ പോലും ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എന്നുള്ളൊരു സംഭവം ക്ലിക്കാവും. അത് ആൾക്കാരുടെ ക്യൂരിയോസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് നടക്കും, എനിക്ക് വാച്ച് അവേഴ്സ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ലെങ്ത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ലോങ് വീഡിയോ ഞാൻ 10 മിനിറ്റ് ആക്കി. സോറി അബൌട്ട് ദാറ്റ്. 10 മിനിറ്റ് ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് വാച്ച് അവേഴ്സ് പെട്ടെന്നൊരു 365 ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഇനീഷ്യൽ ലോങ് വീഡിയോസിൻ്റെ നീളം കൂട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ജെനുവിനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 100 പേര് നമ്മുടെ ഒരു ലോങ് വീഡിയോ ഞാൻ 30 മിനിറ്റ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ 30 × 100 3000 വാച്ച് അവേഴ്സ് എനിക്കാവും ജെനുവിനായിട്ട്. ഈ 1000 പേരിൽ 100 പേര് എൻ്റെ 30 മിനിറ്റത്തെ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് എങ്ങനെയും വീഡിയോ 1K ആയാൽ മതി. 1K ആകുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം, അത്രയും മതി. പിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല വ്യൂസ് കൂടുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടോ ഒന്നും നോക്കത്തില്ലായിരുന്നു. അപ്പോൾ 1K ഒക്കെ വീഡിയോസിന് വ്യൂസ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 14 ദിവസം കൊണ്ട് ഞാൻ മോണിറ്റൈസേഷന് എലിജിബിളായി, യൂട്യൂബ് പാർട്ട്ണറായി. 16ാമത്തെ ദിവസം ഞാൻ ഒരു ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ചാനൽ, ആ ചാനൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു ഡൗട്ടിന് ഞാൻ കയറി നോക്കിയിട്ടുള്ളൂ. ആ ചാനലിൽ നോക്കി ടാക്സിൻ്റെ ഫോമൊക്കെ ഞാൻ തനിയെ സ്കൂളിലിരുന്ന് ഫില്ല് ചെയ്തു. ലാപ്ടോപ്പിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ എനിക്ക് റവന്യൂ കയറാൻ തുടങ്ങി. പക്ഷേ അതായിരുന്നു വലിയ ട്വിസ്റ്റ്. ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ 1K വ്യൂസ് ആകുമ്പോഴത്തേക്ക് എനിക്ക് $1 കിട്ടും എന്നാണ്. പക്ഷേ നോക്കുമ്പോൾ എങ്ങനെയാണ് 0.02 0.03 ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റവന്യൂ. ചാനലിന് റീച്ച് കൂടിയാലേ അഡ്വർടൈസേഴ്സിന് നമ്മുടെ ചാനലിന് ആവശ്യമുള്ളൂ. നമ്മുടെ ചാനലിൽ ഒരു പരസ്യം കൊടുക്കണം എന്ന് അവർക്ക് തോന്നണമെങ്കിൽ ചാനലിന് അത്യാവശ്യം റീച്ച് കിട്ടണം. അപ്പോൾ ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൻ്റെ ഒരു ആവറേജ് ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു 1K ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ 100 പേര് ജെനുവിനായിട്ട് വീഡിയോ ഫുള്ള് കാണും. അത് തന്നെ നമ്മൾ തുടർന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ അതിലൊരു 1K ആൾക്കാർ വീഡിയോ ഫുള്ള് കാണുന്നവരുണ്ടാവും. നിങ്ങളുടെ വീഡിയോ 1K അല്ല, അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വീഡിയോ 1K റീച്ച് വരും. 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ 3K ഒക്കെ വന്നാലായി അങ്ങനെ. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വ്യൂസ് നല്ല രീതിക്കുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, എനിക്കത് കാണാൻ പറ്റും YT സ്റ്റുഡിയോയിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കാണുന്നു, എത്ര നോൺ സബ്സ്ക്രൈബേഴ്സ് കാണുന്നു എന്ന്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാം. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അവരെല്ലാം സബ്സ്ക്രൈബും ചെയ്യും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ആലൻ, അമ്മ, കുക്കു ഇവരെയൊക്കെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കണ്ണൻ, ലൂയിസ്, മിനിയാൻഡി എല്ലാവരെ കൊണ്ടും. പക്ഷേ ഇവരാരും ഡെയിലി എൻ്റെ വീഡിയോ കാണത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് നിങ്ങളെ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ചാനലിൽ കൂടെ നിങ്ങളത് കാണേണ്ട കാര്യമില്ല. അപ്പം ആലൻ ഒരിക്കൽ പോലും എൻ്റെ ഒരു ലോങ് വീഡിയോ ഫുൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 10 സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബ് അൽഗോറിതം എന്ന് എല്ലാവരും പറയുന്നില്ല, അങ്ങനൊരു സാധനമില്ല. യൂട്യൂബിൻ്റെ അൽഗോറിതം = സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 10 സബ്സ്ക്രൈബേഴ്സിലേക്ക് യൂട്യൂബ് അത് എത്തിക്കുന്നു എന്ന് വിചാരിക്കുക. ആ 10ൽ ഒരു 3 പേരെ കാണുന്നുള്ളൂ, ബാക്കി 7 പേരും കാണുന്നില്ല. എങ്കിൽ ഓട്ടോമാറ്റിക്കലി വീഡിയോയുടെ റീച്ച് കുറയും. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നില്ലെങ്കിൽ യൂട്യൂബ് എന്തിനത് പുറത്തുള്ള ആൾക്കാരിൽ എത്തിക്കണം? അതുപോലെ തന്നെ നിങ്ങൾ പോയി ഒരു ചാനലിൻ്റെ താഴെ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചും വരുമോ എന്ന് ചോദിക്കുന്നത്, ഇത് സ്പാം ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അകത്ത് പ്രസ് വരിക എന്ന് വെച്ചാൽ അത് സ്പാമാണ്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് യൂട്യൂബ് അങ്ങ് കുറയ്ക്കും. ചാനൽ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണുന്നവർ വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പക്ഷെ അവർ കാണുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. ഇനി ഇതിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരാഴ്ച തിരിഞ്ഞ് നോക്കാതിരുന്നിട്ട് അടുത്തൊരാഴ്ച വന്നൊരു വീഡിയോ ഇട്ടിട്ട് പോകുന്നു, വീണ്ടും ഒരാഴ്ച നിങ്ങൾ തിരിഞ്ഞ് നോക്കുന്നില്ല, അതിനെ നമ്മൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അങ്ങനെ പെട്ടെന്നൊന്നും ചാനൽ വളരത്തില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനിപ്പോൾ മിക്കപ്പോഴും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ എന്നെ തന്നെ ഒരു ദിവസം കുഴപ്പമില്ലടാ എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. പക്ഷേ ഒരു 2-3 ദിവസമൊന്നും വീഡിയോ ഇടാതെ ഞാൻ ഇരിക്കത്തതേയില്ല. നിങ്ങളുടേത് വളരെ നല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ഇട്ടാലും മതി. പക്ഷേ അത് അടുത്ത ആഴ്ചയും നിങ്ങൾ 3 ദിവസം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ളത്, നിങ്ങൾ ഗൈഡായിട്ട് ദയവ് ചെയ്ത് ഈ യൂട്യൂബ് ഗുരുക്കന്മാരെ എടുക്കരുത്. അവരുടെ ചാനൽസ് വാച്ച് ചെയ്യരുത്. പ്രത്യേകിച്ച്
ജസ്റ്റ് മലയാളത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഷിജോ പി എബ്രഹാം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ചാനൽ മാത്രമാണ് എനിക്ക് ജെന്യുവനായിട്ട് പുള്ളി ഓരോന്ന് പഠിച്ചിട്ട് വന്നിരുന്ന് പറയുന്ന പോലെ തോന്നുന്നത്. കുറേ എണ്ണം ഉണ്ട്. തംബ്നെയിലിൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു, ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ യൂട്യൂബ് ഡിലീഷൻ സംഭവിക്കുന്നു, ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി, യൂട്യൂബ് വീഡിയോ ഒന്നും ഇല്ലടാ. ChatGPT ചോദിക്കുക. അവർ പറയുന്നത് പ്രകാരമൊക്കെ ചാനൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇരുന്ന് പറയുന്നവരുടെയൊക്കെ ചാനലൊക്കെ 10 മില്യനൊക്കെ റീച്ച് ആവണം. അതൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത്. ജെന്യൂൻ അല്ല, പലരും ജെന്യൂൻ അല്ല. ജസ്റ്റ് റീച്ചിന് വേണ്ടി അവർക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം. അപ്പോൾ ChatGPT ചോദിക്കാം. നമുക്കൊരു ടൈറ്റിൽ വേണമെങ്കിൽ പോലും ChatGPT ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടൊരു ടൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ടൈറ്റിലും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ പൂരിയും കിഴങ്ങറി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇത് ക്ലിക്ക് ചെയ്ത് കാണുമായിരുന്നു? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്രിയേറ്റീവായിട്ട് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ChatGPT ചോദിച്ചാൽ മതി, അത് ടൈറ്റിൽ തരും. അത് മലയാളത്തിലാക്കാൻ പറഞ്ഞാൽ അത് മലയാളത്തിലാക്കി തരും. ഞാൻ മുമ്പ് ഒരു കുട്ടീൻ്റെ ചാനൽ കാണുമായിരുന്നു കേട്ടോ. നല്ല റീച്ചൊക്കെയാണ്, സബ്സ്ക്രൈബേഴ്സ് ഒരു 5K 6K ഒക്കെ ആയി. പക്ഷേ വീഡിയോസിന് വ്യൂസ് ഇല്ല. അത് ടൈറ്റിൽ കൊന്ന ചാനലാണത്. കാരണം ഉണ്ടല്ലോ, ജസ്റ്റ് കൊച്ചിന് മുടി ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട് പറയും എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി, ഇങ്ങനൊരു അബദ്ധം ഞാൻ ചെയ്യരുതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചിന് എന്തോ പറ്റിയെന്ന്. അത് റെഗുലറായിട്ട് അങ്ങനെയുള്ള ടൈറ്റിൽസും തംബ്നെയിൽസും ആണ് കൊടുക്കുന്നത്. അതായത് ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കുഞ്ഞുങ്ങളിൽ ആർക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ പുലി വരുന്നേ എന്നും പറഞ്ഞിട്ട് വീഡിയോ തുറക്കുമ്പോൾ അതിനെപ്പറ്റി യാതൊന്നുമില്ല. അങ്ങനെ തന്നെ ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ തന്നെ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് കാണാനൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ അത് കാണത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ടൈറ്റിൽ നമ്മൾ ഇച്ചിരി ക്യൂരിയസ് ആയിട്ടുള്ളത് പോലെ കൊടുക്കുക, പക്ഷേ എന്ന് കരുതി അതങ്ങോട്ട് ഓവറാക്കി ചളവാക്കരുത്. ഷോർട്സ് വഴിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ കിട്ടുക. എൻ്റെ റീച്ചായൊരു ഷോർട്സിൻ്റെ അനലിറ്റിക്സ് ആണിത്. 89% ആൾക്കാർ അതിൻ്റെ വീഡിയോ കാണാൻ നിന്നു, ബാക്കി 10% പേര് സ്വൈപ്പ് ചെയ്ത് പോയി എന്നുള്ളത്. ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ആദ്യത്തെ 30 സെക്കൻഡ്സ് ഇസ് വെരി ക്രൂഷ്യൽ. ആ 30 സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഷോർട്ടിന് റീച്ച് കൂടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് മുന്നിൽ കൊണ്ടുവയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ കടലും തിരയൊക്കെ ആദ്യം കൊണ്ടുവയ്ക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരാൾ പോലും ഇതെന്താ ഈ വീടിനടുത്ത് കടലുള്ളത് എന്നറിയാനായിട്ട് ഒരു 30 സെക്കൻഡ് അത് കാണും. യാതൊരു കാരണവശാലും YT സ്റ്റുഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതല്ലാതെയുള്ള മ്യൂസിക് ഉപയോഗിക്കരുത് നിങ്ങളുടെ ചാനലിൽ. നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് പണിയാവും. ഗൂഗിളിൽ കാണുന്ന ഇമേജസ് ഒന്നും പൂവും ഇലയും ഒന്നും എടുത്ത് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, അതൊക്കെ പണിയാവും. നിങ്ങൾ ഗൂഗിളിൽ ഒരു ഇമേജ് എടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇമേജ് മേ ബി സബ്ജക്റ്റഡ് ടു കോപ്പിറൈറ്റ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഇടുക. മ്യൂസിക് വേണമെങ്കിൽ YT സ്റ്റുഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ 3 എണ്ണം 90 ദിവസത്തിനുള്ളിൽ വന്നാൽ ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോകും. ഇനി റവന്യൂൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ കിട്ടണം എന്നില്ല. 1 lakhോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൻ്റെ വ്യൂസ് 2.6K 2.3K ഒക്കെ ആണെങ്കിൽ ആ ചാനലിൻ്റെ ഗ്രോത്ത് നിന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. വ്യൂസിനാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്, സബ്സ്ക്രൈബേഴ്സിനല്ല. എൻ്റെ ഒരു ഇൻകം ആണെങ്കിൽ ആദ്യം എനിക്ക് മോണിറ്റൈസ് ആയി ഒരു 4-5 മാസം എടുത്തു എനിക്ക് ഫസ്റ്റ് ഇൻകം വരാനായിട്ട്. അതൊരു $105.53. ഡിസംബർ 25 2024 ആ ക്രിസ്മസിന് എനിക്ക് ഇൻകം വരും എന്ന് ട്രീസ പ്രവചിച്ചിരുന്നു. അതേ കണക്ക് ഇൻകം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് മെയ് 22 എനിക്ക് $103 വരുന്നത്. ഈ ഒരു മെയ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത്. ആ ബസ്സിൽ ആ അമ്മാവൻ കാണിച്ച വൃത്തികേടിൻ്റെ ആ ഒരു ഷോർട്സിൻ്റെ വീഡിയോ കൊണ്ട് മാത്രം എനിക്കൊരു 7K സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അവർ ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ തുടങ്ങി. എനിക്ക് ജൂൺ 22 $154.61 വന്നു. എനിക്കിപ്പോൾ ഓൾറെഡി ജൂലൈയിൽ പേയ്മെൻറ്റ് ആയി കിടപ്പുണ്ട്. 21നും 26നും ഇടയ്ക്ക് വരും. അത് $226.74 മൈനസ് ടാക്സസ് ആണ്. അത്രയുമാണ് എനിക്കിപ്പോൾ. ആദ്യമായിട്ടാണ് എനിക്ക് $200 ക്രോസ് ചെയ്യുന്നത്. അതെനിക്ക് റീച്ച് കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ മൊത്തത്തിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു $50,281.94 ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നൊരു മോട്ടിവേഷനൊന്നും അങ്ങനെ സ്ഥിരം ക്ലീശിയ മോട്ടിവേഷനൊന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദിസ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. നിർത്തിപ്പോണം എന്ന് ഒരുപാട് പ്രാവശ്യം നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് നൗ. കാരണം നിങ്ങൾ തുടങ്ങുന്ന ചാനലിനെ വളർത്താനും തളർത്താനും ഒക്കെ ഒരൊറ്റ ആൾക്കേ പറ്റും, നിങ്ങൾക്ക് മാത്രം. കഴിഞ്ഞ ജൂലൈ 4 മുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ജൂലൈ 4 എൻ്റെ ഒപ്പം കൂടിയ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി, സ്നേഹം, കടപ്പാട്.